നിങ്ങൾക്ക് മീൻകറി കഴിക്കാൻ ഇഷ്ടമാണോ? അതും ഇത്തിരി സമയം കൊണ്ട് ഒത്തിരി ടേസ്റ്റുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി നമുക്ക് തയ്യാറാക്കി എടുത്താലോ? നമുക്കിനി അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഏത് ഫുഡിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ മീൻകറിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല കുറുകി തിക്കായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാവേ. ആദ്യം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവി ഇട്ട് കൊടുക്കുവാണേ. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 5-6 അല്ലി വെളുത്തുള്ളിയാട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സവാളയുടെ പകുതി സവാളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് മസാലകളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ആദ്യമായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 1/2 ടേബിൾ സ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഇനി 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം ഞാനിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാവേ. ഞാനിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മുളക് പൊടിയാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് മുളക് പൊടിയും കൂടി ഇട്ട് ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കാത്തത്. എൻ്റെ കയ്യിൽ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 5-6 പച്ചമുളകാട്ടോ ഇടാൻ ഉദ്ദേശിച്ചേക്കുന്നത്. നല്ല ഫൈനായിട്ട് നമുക്കിവിടെ അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗവിലേക്ക് ഒരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവായും കടുകും ഒന്ന് പൊട്ടി വരട്ടെ. ആ സമയത്തിന് നമുക്കിതിലേക്ക് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളിയാട്ടോ ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ 2 തക്കാളി ഇടാനില്ലെങ്കിൽ 1 തക്കാളി ഇട്ടാലും മതിയാവും. അതിനും കൂടെ കൂട്ടി നമുക്ക് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ, തക്കാളി കുറവാണെങ്കിൽ. ഇനി ഇതിലേക്ക് ഞാനൊരു 6 പച്ചമുളകാട്ടോ എടുത്തേക്കുന്നത്. 6 പച്ചമുളക് ഇടുമ്പോൾ തന്നെ നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ സമയം മുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത്. നേരത്തെ പകുതി സവാള തേങ്ങ അരച്ചതിൻ്റെ കൂടെ ഇട്ടതുകൊണ്ട് ഇതിലേക്കിപ്പം അതിൻ്റെ ബാക്കി ഇരുന്ന സവാളയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് സവാള ഇട്ട് കൊടുക്കേണ്ട, നമുക്ക് അത്രയും തന്നെ മതിയാവും. ഇനി കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ആ ഓയിലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. സവാളയും നമ്മുടെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് നമ്മുടെ എണ്ണയിൽ കിടന്ന് നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേറെ എണ്ണയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതിലെ വെള്ളം കൂടി ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ പ്രത്യേകം നന്നായിട്ട് അരയണം കേട്ടോ, നല്ല ഫൈനായിട്ട് അരയണം. അത് മാത്രം ശ്രദ്ധിച്ചാലും മതിയാവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ ഇതിലേക്ക് 2 തക്കാളി ചേർത്തേക്കുന്നതുകൊണ്ട് ഞാനിതിലേക്ക് വാളംപുളിയാണ്, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പമുള്ള വാളംപുളിയല്ല ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നുള്ളൂ. അത്യാവശ്യം എനിക്ക് ഇച്ചിരി മതിയാവും. കാരണം 2 തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുളി ആയാലും നമുക്ക് അത്രയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിളിമീനാണ് എടുത്തിരിക്കുന്നത്. മീൻ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മീൻ ഇട്ടതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലുതായിട്ട് ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുത്താൽ നമ്മുടെ മീൻ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇതിലേക്ക് ഈ സമയം ഞാൻ ഉപ്പിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം നല്ലപോലെ നമ്മുടെ തേങ്ങയുടെ അരപ്പെല്ലാം കൂടെ മീനിൽ പിടിക്കത്തക്ക വിധം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരുപാട് മൂടി വെക്കാൻ നമ്മൾ വേവിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. പിന്നെ മണമെല്ലാം മീൻകറിയൊക്കെ തിക്കി മൂടിയിരുന്ന് വേകുന്ന ഒരു സ്മെല്ല് നമുക്ക് തുറന്ന് വെച്ച് വേവിക്കുവാണെങ്കിൽ അത്ര ഇത് കിട്ടത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് എടുത്തിട്ട് എന്തെങ്കിലും കൊണ്ട് മൂടി വെച്ച വഴി വെച്ചിട്ട് നമ്മൾ എങ്ങും പോകരുത്. ഇടയ്ക്കൊന്ന് ആ താല ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ആ മീനിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ ആ ഗ്രേവിയിൽ മാത്രം ഒന്ന് ഇട്ടൊന്ന് അടുക്കി പിടിക്കാത്ത വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ 2-3 പ്രാവശ്യത്തേക്കും ഇതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ മീൻകറി തേങ്ങയും കൂടെ അരച്ച് ചേർത്തേക്കുന്നത് കൊണ്ട് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഗ്രേവിയാണ്, ടേസ്റ്റുള്ള ഗ്രേവിയാണ്. ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എങ്ങനെ വേണേലും ഇത് കഴിക്കാം. പൊറോട്ടയുടെ കൂടെ എങ്ങനെ വേണേലും കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ബെസ്റ്റ്. പിന്നെ കപ്പയുണ്ടെങ്കിൽ പറയേ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള നാടൻ മീൻകറിയാണ്. നമ്മൾ വീട്ടിൽ സാധാരണ നോർമലായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ
ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മിക്കവാറും ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത്. എന്നാലും എൻ്റെ രീതിയിൽ മീൻകറി ആട്ടോ ഞാനിതിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ ഗ്രേവിയെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാൻ സ്റ്റൗവൊക്കെ ഓഫാക്കി കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ച് കൊടുത്തു. നമുക്ക് എന്ത് മീൻകറി ആണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാക്കി അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് കാണത്തില്ല. അതിനകത്തിരുന്ന് ഉപ്പും മുളകും പുളിയും എല്ലാം ഒന്ന് പിടിക്കണം. അന്നേരപ്പോഴാണ് നമ്മൾ വെച്ച കറിക്ക് ആ കറിയുടെ ടേസ്റ്റ് തന്നെ അറിയുന്നത്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് കൊടുക്കാനൊന്നും ആരും മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെ മീൻകറി കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അതിപ്പോൾ മുളകിട്ട മീൻകറി ആയാലും തേങ്ങ അരച്ച മീൻകറി ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതുവരെ ആരും പൊറോട്ടയുടെ കൂടെ മീൻകറി കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.